അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ റവ വെച്ചിട്ട് ആവിയിൽ വേവിച്ചെടുക്കുന്ന ഒരു 4 മണി പലഹാരത്തിൻ്റെയാണ്. അപ്പോൾ ആവിയിൽ വെച്ച് വേവിച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരം കൂടിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകും മുന്നേ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് അങ്ങ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇനി ആ വീഡിയോസൊക്കെ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അങ്ങ് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ്. നെയ്യ് ഒന്നങ്ങോട്ട് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഒരു നേന്ത്രപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം. ഇനി ഇതൊന്നങ്ങ് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഇനി കുറച്ച് തേങ്ങാ ചിരവിയതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാനിത് കുറച്ച് സമയം നെയ്യിലിട്ടിട്ടൊന്നങ്ങ് വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ടൊന്നങ്ങ് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിലേക്കുള്ള റവയൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് അളവിൽ റവ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്നങ്ങ് പൊടിച്ചെടുക്കണം. ഇപ്പോൾ ഞാനിത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഒരു 1/2 കപ്പ് അളവിൽ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 3 ഏലക്കായും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്നങ്ങ് പൊടിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 മുട്ടയും കൂടെ പൊട്ടിച്ച് വയ്ക്കണം. കൂടെ തന്നെ ഇതിൻ്റെ മധുരം ഒന്നങ്ങ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/2 കപ്പ് അളവിൽ പാലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്നങ്ങ് അടിച്ചെടുക്കണം. ഇപ്പോൾ ഞാനിത് നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബോളിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള തേങ്ങയുടെയും പഴത്തിൻ്റെയൊക്കെ മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്നങ്ങ് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമ്മളിത് ആവിയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഒരു പാത്രത്തിൽ ഓയിലൊന്ന് തടവി കൊടുത്തതിന് ശേഷം ഒരു വാഴയിലയും കൂടെ വെച്ച് കൊടുത്തിട്ട് ഈ ബാറ്റർ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഈ ബാറ്റർ മുഴുവനായിട്ടും ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആവിയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഇഡ്ഡലി തട്ടിൽ വെള്ളം വെച്ചിട്ട് നല്ലതുപോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഇത് വെച്ച് കൊടുക്കുക. അപ്പോൾ വെള്ളം നല്ലതുപോലെ തന്നെ തിളച്ച് വന്നതിന് ശേഷം വേണം കേട്ടോ ഇത് വെച്ച് കൊടുക്കാനായിട്ട്. ഇനി വാഴയിലയും കൂടെ ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു 20-25 മിനിറ്റ് വരെ നമുക്കിതൊന്നങ്ങ് വേവിച്ചെടുക്കണം. അപ്പോൾ ഒരു 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇതുപോലെ കുത്തി നോക്കുന്ന സമയത്ത് ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് വന്നിട്ടുണ്ടാവും. ഇനി ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ ഇത് തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് പാത്രത്തിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ റവ വെച്ചിട്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്സ് ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ മറക്കരുത്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്